തിരുവനന്തപുരത്ത് ഉടമ അറിയാതെ ബാങ്ക് വീടിനും സ്ഥലത്തിനും മറ്റൊരാൾക്ക് ലോൺ കൊടുത്തു. ഹമ്പമ്പ. പള്ളിച്ചൽ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കാണ് പണം നൽകിയത്. ലോൺ എടുക്കാൻ സഹായിക്കണമെന്ന് വാഗ്ദാനം ചെയ്താണ് ദിലീപ് എന്ന വ്യക്തി കീഴാളൂർ സ്വദേശിനി സി പത്മിനിയുടെ കയ്യിൽ നിന്ന് ആധാരം വാങ്ങിയത്. ബാധ്യതാ സർട്ടിഫിക്കറ്റ് എടുത്തപ്പോഴാണ് ലോൺ വിവരം ഉടമ അറിയുന്നത്. പിന്നിൽ വൻ സംഘമുണ്ടെന്നാണ് സംശയം. പരാതി പറഞ്ഞപ്പോൾ പോലീസും ബാങ്കും കൈമലർത്തി. പ്രതികരണം കേൾക്കാം. എനിക്ക് 2 പെൺമക്കൾ, ആരുമില്ല എനിക്ക് എന്നെ സഹായിക്കാനോ എനിക്ക് അപ്പുറത്തിടങ്ങ ഇപ്പുറത്തെടുത്ത് തരാനോ ഒരാവശ്യം വന്ന് നിയന്ത്രിക്കാനോ ആരുമില്ല. ഇതൊരു വലിയ പറ്റിക്കലിന്റെ കഥയാണ്. സാഹചര്യങ്ങൾ ചൂഷണം ചെയ്ത് കള്ളരേഖകൾ ഉണ്ടാക്കി ഒരു കുടുംബത്തെ ചതിച്ച കഥ. സംഭവം ഇങ്ങനെയാണ്. കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ വേണ്ടിയാണ് നോക്കിയത്. അപ്പോൾ ആ സമയത്തൊന്നും ലോണ് എവിടെയൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ലോണിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് ഇവിടെയുള്ള മണിയൻ എന്ന് പറയുന്ന ആളാണ് പറഞ്ഞത്, പിന്നെ അയാളുടെ കയ്യിൽ ഒരാളുണ്ട്, ലോൺ എടുത്തു കൊടുക്കണതാണ്, ബാങ്കിലാണ് ജോലി, അങ്ങനെ പറഞ്ഞിട്ട് അയാളെ കൊണ്ട് പരിചയപ്പെടുത്തി തന്നു. മലയും കീഴാണ് വീട് പുള്ളിയുടെ, ദിലീപ് എന്നാണ് പേര്. അപ്പോഴത്തേനും ഞങ്ങളടുത്ത് പറഞ്ഞ് അത് ശരിയാക്കി തരാം എന്നും പറഞ്ഞ് ഞങ്ങളിന്ന് ആധാരം നോക്കിയിട്ട് കൊണ്ടുപോയി നോക്കിയാലൊക്കെ അറിയാവുള്ളൂ എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുപോയിട്ട് പിന്നെ ഞങ്ങൾ ചോദിക്കുമ്പം പറയാം അത് നോക്കിക്കൊണ്ടിരിക്കണം, ശരിയാക്കി തരാം, പെട്ടെന്നാവും എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ അനിയത്തിയുടെയും പേരിൽ വസ്തു എഴുതാമെന്നും പറഞ്ഞുകൊണ്ട് ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയപ്പോഴാണ് വസ്തു ലോണിൽ പള്ളിച്ചൽ ഫാർമേഴ്സ് ബാങ്കിൽ ഇരിക്കുകയാണെന്ന് അറിഞ്ഞത്. 5 ലക്ഷം രൂപയ്ക്ക് വെച്ചിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഇവർ പറഞ്ഞ മണിയനെ കാണണം. ദിലീപിനെ എങ്ങനെ അറിയാൻ ചേട്ടന്? ദിലീപ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കടയിൽ വന്ന പരിചയമാണ്, അല്ലാതെ എനിക്ക് അറിഞ്ഞുകൂടാ. നേരത്തെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയണം. എനിക്ക് അല്ലാതെ ദിലീപിനെ അല്ലാതെ വേറെ ഒരു പരിചയവും ഇല്ല. വന്നിട്ട് ചേട്ടനോട് പറഞ്ഞോ ലോൺ ആരെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവരെടുത്തത്. ദിലീപായിട്ട് പിന്നീട് ഒരു ബന്ധവുമില്ല, കണ്ടിട്ടുമില്ല, നമ്പരുമില്ല, ഒന്നുമില്ല. ബാങ്കിൽ വന്നു, അന്വേഷിച്ചു. പത്മിനിയുടെ സ്ഥലം ഈട് വെച്ച് ഇവിടെ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്ന ദിലീപിൻ്റെ പേരിലല്ല ലോൺ. ദയാനന്ദൻ എന്ന ആളാണ് ആ സ്ഥലം വെച്ച് ലോൺ എടുത്തിരിക്കുന്നത്. ആധാരത്തിൽ പേരുള്ള ആൾ വരാതെ എങ്ങനെ ലോൺ കൊടുത്തു എന്നത് വിചിത്രമാണ്. അങ്ങനെ ഒരു കാര്യം നാട്ടു നടപ്പിലില്ല. ദിലീപിനെ ഫോണിൽ വിളിച്ച് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഫോണിലൊന്നും പറയാൻ തയ്യാറല്ല. അടുത്ത ദിവസം നേരിട്ട് വന്ന് കാണാം എന്നാണ് മറുപടി തന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പള്ളിച്ചൽ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കാണ് പണം നൽകിയത്. ആധാരത്തിന്റെ ഉടമ എത്താതെ എങ്ങനെയാണ് ഒരു ബാങ്ക് വായ്പ അനുവദിക്കുക? അതും ആധാരത്തിന്റെ പേരിലുള്ള ആളുടെ പേരിലല്ലാതെ എങ്ങനെ വായ്പ അനുവദിക്കും? പ്രധാനപ്പെട്ട ചോദ്യമാണ്. കരുവന്നൂരിലും നടന്നത് സമാനമായ തട്ടിപ്പാണ്. ഇവിടെ ദിലീപ് എന്ന വ്യക്തിയാണ് കീഴാളൂർ സ്വദേശിനിയായ സി പത്മിനിയുടെ കയ്യിൽ നിന്ന് ആധാരം വാങ്ങിയത്. ബാധ്യതാ സർട്ടിഫിക്കറ്റ് എടുത്തപ്പോഴാണ് ഈ ലോൺ വിവരം ഉടമ അറിയുന്നത്. നിങ്ങളുടെയൊക്കെ ആധാരം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ലെങ്കിൽ ദിലീപ് എന്ന പേരുള്ള ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് ഇതേപോലെ ആധാരം ചോദിച്ചിട്ടുണ്ടോ? എങ്കിൽ സംശയിച്ചോളൂ, നിങ്ങൾക്ക് പേരിലും ലോൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്കിപ്പം റഹീസ് ഉണ്ട്. റഹീസ്, വല്ലാത്ത തട്ടിപ്പിൻ്റെ കഥയാണ്. കരുവന്നൂരിലും സമാനമായ രീതിയിലാണ് ഈ തട്ടിപ്പ് നടന്നത്. ആധാര ഉടമകൾ അറിയാതെ വായ്പ എടുക്കുന്നു, ആ പണം മറ്റു ചില പരിപാടികൾക്ക് ഉപയോഗിക്കുന്നു, എന്നിട്ട് പണം തിരിച്ചു കിട്ടുമ്പോൾ ആ ആധാരം തിരിച്ചെടുത്ത് കൊടുക്കുന്നു. അതാണ് പൊതുവായിട്ടുള്ള രീതി വരുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ് നടന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വലിയ റാക്കറ്റാണോ ഇത്? പക്ഷേ ഈ ബാങ്കിന് എങ്ങനെ പണം കൊടുക്കാൻ സാധിക്കും റഹീസ്? അരുൺ, അത് തന്നെയാണ് പ്രസക്തമായ ചോദ്യം. എൻ്റെ പേരിലുള്ള ഒരു വീടും വസ്തുവിനും ഡോക്ടർ അരുൺകുമാർ ചില കള്ളരേഖയുമായി പോയി കഴിഞ്ഞാൽ എങ്ങനെ ലോൺ കൊടുക്കാൻ പറ്റും? നമ്മൾ മനസ്സിലാക്കുന്നത് ബാങ്കിലെ ചില ആളുകളും ഈ ഇടനിലക്കാരൻ മലയൻകീഴ് സ്വദേശി ദിലീപ് എന്ന ആളും തമ്മിലുള്ള ചില നീക്കുപോക്കുകൾ, അവർ തമ്മിലുള്ള ചില ഇടപാടുകളുടെ അടിസ്ഥാനത്തിൽ സംഭവിച്ചതായിരിക്കാം ഇത് എന്നതാണ്. ഈ കുടുംബത്തെ സംബന്ധിച്ച് ഒരു പാവപ്പെട്ട കുടുംബം. നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോയി. ഈ ഇവരുടെ ഭർത്താവും ഈ പത്മിനിയും ഭർത്താവും തമ്മിൽ കുറേ നാൾ മുമ്പ് തന്നെ പിരിഞ്ഞതാണ്. ഭർത്താവിൻ്റെ പേര് കൂടി ആധാരത്തിലുണ്ട്. മകളുടെ വിവാഹം നടക്കുന്ന സമയത്ത് കുറച്ച് പൈസയ്ക്ക് വേണ്ടി ഇവർ പല ബാങ്കുകളെ സമീപിച്ചിരുന്നു. പക്ഷേ ആധാരത്തിൽ ഭാര്യയും ഭർത്താവിൻ്റെയും കൂടി ആയതുകൊണ്ട്, അത് നോട്ട് ചെയ്യണം, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ ആധാരമായതുകൊണ്ട് ഭർത്താവില്ലാത്തതുകൊണ്ട് ലോൺ തരാൻ പറ്റില്ല എന്നാണ് ബാങ്കുകൾ നിലപാടെടുത്തത്. ഈ സമയത്താണ് ഒരു ചായക്കടക്കാരൻ മണിയൻ ചേട്ടൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോൺ വേണമെങ്കിൽ അത് തരാമെന്ന് പറഞ്ഞ് ഇവിടെ ചായ കുടിക്കാൻ വന്ന ഒരാൾ പറഞ്ഞിരുന്നു. ഇതാണ് അയാളുടെ നമ്പർ എന്ന്
പറഞ്ഞ് അവിടെയുള്ള ആളുകളോട് പറയുന്ന ഒരു നാട്ടുമ്പുറമാണ്. അവിടെ നിന്ന് പത്മിനി ഇത് കേൾക്കുകയും ഇയാളെ ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. ഇയാൾ വന്ന ഉടൻ തന്നെ പറഞ്ഞു, നിങ്ങൾ രേഖകൾ മുഴുവൻ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നീട് പുള്ളി രേഖകൾ കയ്യിൽ വെച്ചു. ഒരു ദിവസം ഒരു 25,000 രൂപ കൊണ്ട് കൊടുത്തു. നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കട്ടെ, പക്ഷേ ലോണ് പ്രശ്നമാണ്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അവരത് വിടുകയും ചെയ്തു. പിന്നീട് ബാധ്യതാ സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയപ്പോഴാണ് ഇന്ന ബാങ്കിൽ ഇത്ര രൂപയ്ക്ക് ഇന്നയാൾ ഇത് ലോൺ വെച്ച് പൈസ ഈടാക്കിയെന്നറിയുന്നത്. അതാണ് ഇതിനകത്ത് സംഭവിച്ചത്. ഒരു എന്താ പറയുക, പോലീസിനോട് സമീപിച്ചു. അവർ പോലീസിൽ പരാതി കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നീട് അവരോട് സംസാരിച്ചപ്പോൾ അവർ ഫോളോ അപ്പ് ചെയ്തിട്ടൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് ഞങ്ങളെ വിളിക്കുമല്ലോ, അപ്പോൾ നോക്കാമെന്ന് ഓർത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ദിലീപുമായി ഞാൻ സംസാരിച്ചു. ദിലീപ് പറയുന്നത് അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്, ഫോണിലൊന്നും സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് സമയം കിട്ടുമ്പം എന്നെ തിരിച്ചു വിളിക്കാം, എന്നിട്ട് വന്ന് കാണാം എന്നാണ് പറയുന്നത്. പ്രഥമ ദൃഷ്ട്യ നല്ലൊരു തട്ടിപ്പ് നടന്നു. ഒരു പത്മിനിയും പത്മിനിയുടെ കുടുംബവും ഈ ആധാരം വെച്ച് പൈസ എടുത്തിട്ടില്ല, ശരിയാണ് അല്ലേ റഹീസ്? യെസ്, അവർ പൈസ എടുത്തിട്ടില്ല. അവർ കൊടുത്ത ദിലീപും പൈസ എടുത്തിട്ടില്ല. ദിലീപ് അത് മറ്റൊരാളെ കൊണ്ട് വെപ്പിക്കുകയാണ് ചെയ്തത്. ഇതിനകത്ത് ദിലീപ് ചെയ്ത കുറ്റത്തിനപ്പുറം ഒരു ബാങ്ക്, ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക് ഈ ആധാരത്തിൽ പറയുന്ന ആളുകളില്ലാതെ ഇനി എത്ര വ്യാജരേഖ ചമച്ചു വന്നാലും എങ്ങനെ പണം കൊടുക്കുമെന്നത് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ബാങ്ക് പണം കൊടുത്ത ആളുടെ പേര് അതിനകത്ത് എഴുതിയിട്ടുണ്ടോ? ഇവർക്കറിയാമോ? അതിനകത്ത് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ദയാനന്ദൻ എന്ന പേരുള്ള ഒരാളാണ് എടുത്തത്. അപ്പം ബാങ്കിൽ നമ്മൾ പോയി ബ്രാഞ്ച് മാനേജറെ കണ്ടു. ബ്രാഞ്ച് മാനേജർ പുതിയ ആളാണ്, കുറച്ച് മുമ്പ് നടന്നതായിട്ട് അറിയില്ല എന്ന് പറഞ്ഞു. മറ്റു ജീവനക്കാരെ കണ്ടു. ജീവനക്കാരോട് സംസാരിച്ചപ്പോഴും അവർക്കും ഇങ്ങനൊരു സംഭവമുണ്ട്, പക്ഷേ എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അവിടെ MD ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ MDയെ കാണാൻ പോയി, പക്ഷേ MD ഓഫീസിലില്ലായിരുന്നു. പലതവണ ഫോണിൽ വിളിച്ചു, അദ്ദേഹത്തെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഒരു ലോൺ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ആധാരത്തിന്റെ പത്മിനിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച്. പത്മിനിയുടെ ആധാരം ദിലീപ് കൊണ്ടുപോകുന്നു. ദിലീപ് കൊണ്ടുപോകുന്ന ആധാരം വെച്ച് ദയാനന്ദൻ എന്ന് പറയുന്ന ആള് പള്ളിച്ചൽ ഫാർമേഴ്സ് ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെയൊക്കെ ആധാരം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ അല്ലേ? ഇല്ലെങ്കിൽ നാട്ടുകാർ നിങ്ങളുടെ പേരിൽ ലോൺ എടുക്കും. അതാണ് കാലം. ഇപ്പോൾ പള്ളിച്ചൽ ഫാർമേഴ്സിൽ നിന്ന് വരുന്ന ബാങ്കിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അതാണ്. എന്തായാലും